ഹമാസുമായി നേരിട്ട് നടത്തിയ ചർച്ചകൾ ബന്ദികളുടെ മോചനത്തിന് സഹായകമായേക്കുമെന്ന് അമേരിക്ക. ഹമാസുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിനുള്ള സാധ്യത വൈറ്റ് ഹൗസ് തള്ളിക്കളയുന്നില്ല. ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ് വാർത്തകൾ തന്നെ ഒരു ഷോമാനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് വാർത്തകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രംപിൻ്റെ പ്രഖ്യാപനം എന്തെങ്കിലും വന്നോ? ഇന്ന് ഞായറാഴ്ചയായതുകൊണ്ട് ഇന്ന് പ്രഖ്യാപനം വരാൻ സാധ്യത കുറവാണ്. നാളെ വരും. എസ്കെനെ ഈ വാർത്തയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് അമേരിക്ക ഹമാസുമായി ബന്ദികളെ വിട്ടുകിട്ടുവാൻ ഇടനിലക്കാരില്ലാതെ നേരിട്ട് ചർച്ച ചെയ്യുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രത്യേകം നിയോഗിച്ച US ഓവർസീസ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് CEO ആദം ബോഗ്ലറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഹമാസിന്റെ നേതൃത്വവുമായി ചർച്ചകൾ നടത്തിയത്. ചർച്ചകൾ വളരെ സഹായകരമായിരുന്നുവെന്നാണ് ആദം പറയുന്നത്. എന്നാൽ ഈ ബന്ദികളെ മോചിപ്പിക്കുവാൻ സൈനിക ഇടപെടലുകൾ ഉണ്ടോ എന്നുള്ള ചോദ്യം അത് തള്ളിക്കളയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ചർച്ചകൾ തന്നെ രൂപകൽപ്പന ചെയ്തത് ഈ ബന്ദികളെ മോചിപ്പിക്കുവാൻ എന്താണ് ഹമാസ് അന്തിമമായി അവർ ലക്ഷ്യം വെക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കുന്നതിനും കൂടിയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹമാസുമായിട്ട് നേരിട്ടുള്ള ബന്ധത്തെ ഈ ചർച്ചകളെക്കുറിച്ച് ഇസ്രയേൽ വളരെ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് തനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ തൻ്റെ ചർച്ചകളിൽ വളരെ വ്യക്തമായിട്ട് ലക്ഷ്യങ്ങളുണ്ടെന്നാണ് ബോഗ്ലർ എടുത്തു പറയുന്നത്. അതുമാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ അമേരിക്കയാണ്, ഇസ്രയേലിൻ്റെ ഏജന്റ് അല്ല എന്ന് എടുത്തു പറയുകയും ചെയ്തു. അമേരിക്കയ്ക്ക് ഈ വിഷയത്തിൽ പ്രത്യേക താല്പര്യമുണ്ടെന്നും പറയുന്നു. എപ്പോൾ വേണമെങ്കിലും തകർന്നു പോകാൻ സാധ്യതയുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനൊരു ജം സ്റ്റാർട്ടാണ് താൻ കൊടുക്കാൻ ശ്രമിച്ചത്. ഹമാസിന്റെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കുകയും വേണം. അതുപോലെ ഈ ഗസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിന്റെ ചർച്ചകളുടെ ഭാഗമായി ഈ ആഴ്ചയും ഈ US സംഘം പശ്ചിമേഷ്യയിൽ തുടരും. എസ്കനെ, അതുപോലെ ഈ ഹമാസ് ഭീകര സംഘടന പട്ടികയിലാണ് അമേരിക്ക ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്തരം സംഘടനകളുമായിട്ട് അമേരിക്ക സാധാരണ നിലയിൽ ചർച്ച നടത്തില്ല. ഒരുപക്ഷെ ഇനിയും 6 പൗരന്മാർ US പൗരന്മാർ ഹമാസ് ബന്ദികളാക്കിയവരിൽ ഉള്ളതുകൊണ്ടായിരിക്കാം അമേരിക്ക നേരിട്ട് ഇടപെടുന്നത്. എസ്കെൻ, ഓക്കെ, താങ്ക് യു.